എന്നെപ്പോലെ ഇത്ര അപൂർണമായ ഒരാത്മാവിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്വായത്തമാക്കുവാൻ ആഗ്രഹിക്കാൻ എങ്ങനെ കഴിയും? ഞാനാണെങ്കിൽ ചെറിയ തൂവൽ മാത്രം മുളച്ചിട്ടുള്ള ഒരു കുഞ്ഞു പറവയ്ക്ക് തുല്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തീരെ കുഞ്ഞാണെങ്കിലും സ്നേഹമാകുന്ന സൂര്യൻ്റെ നേരെ നോക്കാൻ തുനിയുന്നു. രാജാളിയുടെ അഭിലാഷമെല്ലാം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നയനമോഹനമായ ഉജ്ജ്വല സൂര്യനിലേക്ക് പറക്കുവാൻ കുഞ്ഞു പറവയ്ക്ക് മോഹമുണ്ട്. സ്വസഹോദരനായ രാജാളികൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യാഗ്നികുണ്ഡത്തിലേക്ക് പറന്നു വരുന്നത് കാണുമ്പോൾ അവരെ അനുകരിച്ചാൽ കൊള്ളാമെന്ന് അതിമോഹം തോന്നും. എന്നാൽ കഷ്ടമേ, കുഞ്ഞു ചിറകുകളടിക്കുവാൻ മാത്രമേ അതിന് ശേഷിയുള്ളൂ. പറന്നുയരുവാൻ അതിൻ്റെ എളിയ കഴിവ് അനുവദിക്കുന്നില്ല. യേശുവാകുന്ന നിധിസൂര്യൻ്റെ മുമ്പിൽ ഞാൻ ബലഹീനയായ ഒരു കുഞ്ഞാണെന്നും മഹാകൃത്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്നും അവൾക്കറിയാമായിരുന്നു. എന്നാൽ യേശു തന്നെ ബലിവസ്തുവായി സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ അവൾക്ക് എപ്പോഴും സന്തോഷം നൽകിയിരുന്നു. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ പറയുന്നത്, അതേ ആത്മാവിൽ സാക്ഷാൽ ദാരിദ്ര്യമുള്ളവർ അനുഭവിക്കുന്ന ആനന്ദം അതുല്യമാണ്. സുവിശേഷവാക്യങ്ങളിലൂടെ യേശു ഈ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വരാജ്യം അവരുടേതാണ്. ആധ്യാത്മിക ജീവിതത്തിൽ കുറുക്കുവഴി എന്ന് പറയുന്നത് തൻ്റെ അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും പൂർണ്ണതയിൽ ചെയ്യുന്ന ലാളിത്യത്തിൻ്റെ വഴിയാണ്. ശിഷ്യത്വത്തിൻ്റെ അവളുടെ ഈ പാത അനേകായിരങ്ങൾക്ക് തങ്ങളുടെ ജീവിത മേഖലയിൽ ഒരു മാർഗദീപമായി തീർന്നു. പുണ്യവതി എഴുതുന്നു, ചെറിയ പുണ്യങ്ങൾ അഭ്യസിക്കുവാനാണ് പ്രധാനമായി ഞാൻ ഉദ്യമിച്ചത്. മഹാകൃത്യങ്ങൾ നിർവഹിക്കുക എളുപ്പം അല്ലായിരുന്നു. സഹോദരിമാർ വെറുതെ ഇട്ടിട്ട് പോകുന്ന കാപ്പകൾ മടക്കി വയ്ക്കുകയും എനിക്ക് കഴിവുള്ള എല്ലാവിധ ചെറിയ സേവനങ്ങളും അവർക്ക് വേണ്ടി അനുഷ്ഠിക്കുകയും ഞാൻ ചെയ്തിരുന്നു. പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ പേരിലും ഈ അഭിനിവേശം എന്നിലുളവായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.